കുറേയധികം പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഷഹബാസിനെ പറ്റി വേറെ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർക്ക് എന്തു പറ്റി, അവരുടെ ശിക്ഷ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയധികം പേര് കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഷഹബാസിൻ്റെ ആ ഒരു പ്രതികൾക്ക് അവർക്കുള്ള ജാമ്യാപേക്ഷ തള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അവർ ജാമ്യം വേണമെന്ന് പറഞ്ഞ് അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തായാലും നല്ലൊരു തീരുമാനം എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. കുറേയധികം പേരുണ്ടെങ്കിൽ പറഞ്ഞ് അവർക്ക് കുട്ടികളല്ലേ ജാമ്യമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിരുന്നു. ഞാൻ തോന്നി അവർക്കൊക്കെ മനസാക്ഷി ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞ് ഇത്ര ക്രൂരമായിട്ട് ഒരു പയ്യനെ കൊന്നതിന് ശേഷം ഇങ്ങനത്തുള്ള ഇവർക്കൊക്കെ ജാമ്യം കിട്ടണമെന്ന് പറയുന്നത് എന്താണ്? കുട്ടികളാണ്, അതുകൊണ്ടെന്ന് പറയും. എന്ത് കുട്ടികൾ? ഇവരൊക്കെ കുട്ടികളാണ്. അത്രയും പ്ലാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഇവരൊക്കെ കുട്ടികളാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഏതായാലും കോടതി എടുത്ത ആ ഒരു തീരുമാനം കറക്റ്റായിട്ടുള്ളതാണ്. അവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം. അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഷഹബാസിനെ പറ്റിയുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് കേൾക്കുന്നത് തന്നെ കുറവാണ് ഇപ്പം വന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ കോടതി ഇത് കണക്ക് അവർ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്ത സമയത്ത് പോലും അത് തള്ളി. എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലും അർഹിക്കുമെന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇതേ ഷഹബാസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അതെന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും, അപ്ഡേറ്റും കാര്യങ്ങളും. നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ബൈ.